ബാക്ക് ടു ടോക്സ് ആൻഡ് ടോക്സ്. മതി. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കുന്നു. ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് സൗണ്ട് ഒന്ന് മോഡുലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി എൻ്റെ വോയിസ് കേട്ട് ഈ വീഡിയോ തീരുന്നത് വരെ ഒന്ന് കാണുക. ഓക്കെ, അപ്പം എന്തായിരുന്നാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പുതിയതാണ് എൻ്റെ ചാനലിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. എൻ്റെ എന്തൊക്കെ വളിപ്പ് വീഡിയോസൊക്കെയാണ്, അത് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വേറെ വലിയ ഒബ്ജെക്ഷൻസ് ഒന്നുമില്ല. സോ ഓഗസ്റ്റ് 2 വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചല്ല, അതിനോടനുബന്ധിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് എനിക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ റൂമിലേക്ക് എനിക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് റീൽസൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് റൂമിനകത്തുള്ള ലൈറ്റിങ്സ് എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഗ്ലെയർ അടിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിൽ, ഒരുമാതിരി ഗ്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെറുതെ പറഞ്ഞു എനിക്കൊരു റിംഗ് ലൈറ്റ് വേണമെന്ന്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, എനിക്ക് ആമസോണിൽ അത് ഇങ്ങനെ ഓർഡർ ചെയ്ത് തന്നു. ഫ്രണ്ടിൻ്റെ പേര് അനിമൽ എന്നാണ് കേട്ടോ. അവൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അവൻ്റെ വിളിപ്പേര് അനിമൽ എന്നാണ്. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വെറുതെ ഞാൻ ഒരു നോർമൽ ടോക്കിനകത്ത് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതാണ്, ഒരു റിംഗ് ലൈറ്റ് വാങ്ങിക്കണം, വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ ലൈറ്റിങ്സ് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞതാണ്. ബട്ട് അൺഎക്സ്പെക്റ്റഡ്ലി ഐ ഗോട്ട് ദിസ്. സോ ഞാനിതിപ്പം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. സോറി, ക്ഷമിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഞാൻ ആമസോൺ ഓർഡറൊക്കെ കണ്ടത്. ഇവിടെ വന്നിട്ട് ഇതാണ് ഫസ്റ്റ് എൻ്റെ ആമസോൺ ഓർഡർ ഞാൻ കാണുന്നത്. കൂടുതൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ടെമു പ്രാന്തിയാണ്, ടെമുവിൽ നിന്നാണ് എല്ലാം ഓർഡർ ചെയ്യുന്നത്. ഇത് അവൻ ഓർഡർ ചെയ്തത് കൊണ്ട് ആമസോണിൽ എനിക്ക് കിട്ടിയതാണ്. പാക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു. പിഷ്കു സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഓണാക്കാം. ശരി, ഓണാക്കാം എന്നൊക്കെ പറയുന്നത് ഞാൻ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഫുള്ള് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ഇതാക്കി വെച്ചേക്കുക. ഹായ്, ഒരുമാതിരി വിശന്നിരുന്നതിൻ്റെ മുന്നിലേക്ക് ബിരിയാണി വെച്ച ഒരു ആക്രാന്തത്തിലാണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നത്. 26 സെൻറ്റിമീറ്റർ 10 ഇഞ്ച് റിംഗ് ഫിൽ ലൈറ്റ്. ഓ, ഇറങ്ങി വാടാ കുട്ട. ഓക്കേ. ഓ വാവ്, നല്ല ബോക്സിങ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ബോക്സ് ഒരുമാതിരി ചപ്പിച്ചളങ്ങിയൊക്കെ കിട്ടും. ഇവിടെ നല്ല നീറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് LJJ26 എന്ന് പറയുന്ന ഏതോ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഓക്കെ. ഓ സോ മെനി തിങ്സ്. ഇനിയൊന്നും ഇല്ലല്ലോ. സോ നമുക്ക് ഈ ഫസ്റ്റ് ബോക്സിനകത്ത് വരുന്നത് ഒരു ബ്ലൂടൂത്ത് കിക്കർ. ഇത് കേട്ടോ, ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് മീഷോയിൽ നിന്നും 132 സംതിങ് എമൗണ്ടിന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും എൻ്റെ ഉണ്ട്, സ്റ്റിൽ വർക്കിംഗ് കണ്ടീഷനിലാണ്. ഞാൻ 2019 20 എന്തോ വാങ്ങിയ പ്രോഡക്റ്റാണ്, പക്ഷേ അത് സ്റ്റിൽ വർക്കിംഗ് ആണ്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് സെൽഫായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോസ് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ അതേ ഹെൽപ്പൊന്നും വേണ്ട. ഫോണൊക്കെ എവിടെയെങ്കിലും ഒരു നല്ല വ്യൂ ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നല്ല ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ വന്നിട്ട് ഈ ഒരു റിംഗ് ലൈറ്റും അതിൻ്റെ മറ്റേ ഫോണിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു ഫോൺ ഹോൾഡർ, അതും ആണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ട്രൈപ്പോഡാണ്. വലിയതായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ മുട്ടിൽ കഴിഞ്ഞ് നടക്കുന്ന പിള്ളേരോട് ചോദിച്ചാലും അവർക്കറിയാം ഇതൊക്കെ എന്തുവാ, ഏതാ, എന്തിനുള്ളതാന്നൊക്കെ. പിന്നെ എന്നാലും ഒരു അൺബോക്സിങ് എന്ന നിലയ്ക്ക് അത് പറയുക എന്നുള്ളത് എൻ്റെ ഒരു സംതൃപ്തി. അത് തന്നെ. ഓക്കെ, സോ ഇത് ട്രൈപ്പോഡ് ആക്ച്വലി എൻ്റെ ഓൾറെഡി 2-3 ഇരിപ്പുണ്ട്. ഒരു സെൽഫി സ്റ്റാൻഡ് ഉണ്ട്, അതിലും എനിക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ എക്സ്ട്രാ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പം ഇത് ആക്ച്വലി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നിരുന്നാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ. യെസ്. സോ ഇതാണ് ട്രൈപ്പോഡ് സ്റ്റാൻഡ്. ഓക്കെ, ഇതിൽ 2 ലെവൽ 3 ലെവൽ എന്തോ. ഇതിനകത്ത് ഒരു സുന കാണാനില്ല കേട്ടോ ഗൈസ്, ഞാൻ പറ്റിക്കപ്പെട്ടു. അത് ഇതിലിങ്ങനെയാണ് വരുന്നത്. മറ്റേതിനകത്ത് ഈ സുനയില്ല. പൊക്കാനുള്ളതല്ല, ഇതിങ്ങനെയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, ഇത്ര ഹൈറ്റേ ഉള്ളൂ ഗൈസ്, മാക്സിമം എത്ര. പിന്നെ ഇതിങ്ങനെ വിരിച്ച് വെക്കാൻ പറ്റും. ഇത് വാ, ഇത് ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇതിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഈ സംഭവം ഇങ്ങനെ മേളിലോട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു സ്പേസ് കിട്ടും, അതായത് ഹൈറ്റ് കിട്ടും. ഇറങ്ങി വാ. വലിയ ബലമൊന്നുമില്ല, എന്നാലും താൽക്കാലിക യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എനിവേ ഇന്നത്തെ അൺബോക്സിങ് ഇതേ ഉള്ളൂ, കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിളായിട്ടുള്ളൊരു കാര്യമാണ്.
കാരണം നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളുടെ വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരാൽ ഇപ്പോൾ കഴിയുന്ന പോലെ അവർ ഹെൽപ്പ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന, നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് അടി വാങ്ങിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ വിശ്വസിച്ച് കൂടെയൊക്കെ നിന്നിട്ടൊക്കെ അവസാനം എനിക്ക് നല്ല 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 രീതിക്ക് എനിക്ക് കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്ക് പേടിയുള്ള ഒരു സെക്ടറിലുള്ള ഒരു സാധനമാണ്. ആ ഒരു സെക്ഷനിലോട്ട് പോലും ഞാൻ ഇപ്പം പോവാറില്ല, അല്ലെങ്കിൽ ആർക്കും അതിനുള്ളൊരു ചാൻസ് പോലും കൊടുക്കത്തില്ല. ഞാൻ ആരെയും എൻ്റെ ഇന്നർ സർക്കിളിലോട്ട് കയറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. കാരണം അത്രത്തോളം ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി സൈഡിൽ നിന്നുള്ള ഒരു ഇതാണെങ്കിൽ അതങ്ങനെ, ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ കിട്ടിയിട്ടുള്ളതാണെങ്കിലും അങ്ങനെ, പിന്നെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ, ഏത് രീതിക്ക് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഫുൾ എനിക്ക് എൻ്റെ മെൻ്റൽ സ്റ്റേജിനെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ട്രോമയിലാണ്. അതിൽ നിന്ന് ഞാൻ ഇതുവരെ ഓവർകം ചെയ്തിട്ടില്ല. അതുകൊണ്ടിപ്പം പുതിയതായിട്ടൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും അറ്റാച്ച്മെൻറ്റ്സ് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നതിനെ കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിലെ ട്രസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം പോയി. ഇപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും ലൈക്ക് ഒരു ആ ഓക്കെ ഈ ഒരു രീതിക്കാണ് നിൽക്കുന്നത്. അതായത് ഫേക്കായിട്ട് നിൽക്കാനും പറ്റത്തില്ല, എന്നാൽ ഫേക്ക് ആവുകയും വേണം. അവരെ എനിക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല. വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയും കിട്ടും. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ടോ ഇല്ല ഇങ്ങോട്ടോ ഇല്ലാതെ ഇങ്ങനൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കമൻറ്റിലൊന്ന് ടാഗ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മൂവീസിലൊക്കെ കാണുന്നത് പോലെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് അല്ലെങ്കിൽ ഒരാളെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ്. വേറെ ആരും ഇല്ലെങ്കിലും ആ ഒരു ഫ്രണ്ട്, ചങ്ങാതി നന്നായ കണ്ണാടി ഉണ്ടെന്ന് പറയില്ലേ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഫ്രം മൈ സൈഡ്. ഒരു ദിവസം പറയാൻ ലേറ്റായി എന്നിരുന്നാലും എൻ്റെ സൈഡിൽ നിന്നുമുള്ള ഒരു ബർത്ത്ഡേ വിഷ് എന്ന ദൈവമേ, ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ്. എന്തായിരുന്നാലും എല്ലാവരും സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.